സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയരെ, നിങ്ങൾക്കേവർക്കും ജീസസ് വോയിസ് മെസ്സേജ് എന്ന പ്രഭാത ദൈവവചന ധ്യാന ശുശ്രൂഷയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് ഒരു തിരുവചനം വായിക്കുന്നു. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം അധ്യായം 59, 1-2 തിരുവചനങ്ങൾ. രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ കുറുകിയിട്ടില്ല, കേൾപ്പാൻ കഴിയാതെ വണ്ണം അവിടുത്തെ ചെവി മന്ദമായിട്ടുമില്ല. നിങ്ങളുടെ അകൃത്യങ്ങൾ അത്രേ നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത്. നിങ്ങളുടെ പാപങ്ങൾ അത്രേ അവിടുന്ന് കേൾക്കാതെ വണ്ണം അവിടുത്തെ മുഖത്തെ നിങ്ങൾക്ക് മറയ്ക്കുമാറാക്കിയത്. കർത്താവിൽ പ്രിയരെ, യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 59 അധ്യായം 1-2 തിരുവചനങ്ങളാണ് നാം വായിച്ചു കേട്ടത്. ഇവിടെ ഈ തിരുവചനത്തിൽ നമുക്ക് രക്ഷ ലഭിക്കുവാൻ, നമുക്ക് നന്മ ലഭിക്കുവാൻ, അനുഗ്രഹങ്ങളുടെ തടസ്സങ്ങൾ മാറുവാൻ, ആശീർവാദങ്ങൾ ലഭിക്കുവാൻ എന്താണ് തടസ്സങ്ങൾ എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നാം എല്ലാം ആഗ്രഹിക്കുന്നത് രക്ഷയും നന്മയും ഉയർച്ചയും വളർച്ചയും അഭിവൃദ്ധിയും ആത്മീകവും ഭൗതികവുമായ വർധനവുമാണല്ലോ. എന്നാൽ അവ പ്രാപിക്കുവാൻ എന്തെങ്കിലും തടസ്സമുണ്ടോ? ഉണ്ടെങ്കിൽ അത് യെശയ്യാ പ്രവാചകൻ വഴി ഇവിടെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തുകയാണ്. ദൈവം പ്രവർത്തിപ്പാൻ എപ്പോഴും സന്നദ്ധനാണ്. നമ്മെ രക്ഷിപ്പാൻ, നമ്മെ വീണ്ടെടുക്കുവാൻ, നമുക്കാവശ്യമായ സമൃദ്ധിയായ ജീവൻ നൽകുവാൻ എപ്പോഴും സന്നദ്ധനാണ്. എന്നാൽ ദൈവം നൽകുന്ന നന്മകൾ സ്വീകരിക്കാൻ നാം പലപ്പോഴും അയോഗ്യരാകുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ കാര്യം വീണ്ടും പറയട്ടെ. ദൈവം നമുക്ക് നന്മ നൽകുവാൻ എപ്പോഴും സന്നദ്ധനാണ്. എന്നാൽ ആ നന്മകൾ സ്വീകരിക്കാൻ ഞാനും നിങ്ങളും പലപ്പോഴും അയോഗ്യരാകൊണ്ട് നമുക്കത് ലഭിക്കാതെ പോകുന്നു, അഥവാ നന്മകൾ മുടങ്ങുന്നു. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കുവാനുള്ള നന്മകൾ മുടക്കുന്നത് അഥവാ നന്മയുടെ തടസ്സങ്ങൾ എന്തൊക്കെയാണ്? ഇവിടെ വളരെ വ്യക്തമായി പറയുന്നത് നിങ്ങളുടെ അകൃത്യങ്ങൾ അത്രയെന്നാണ്. അകൃത്യം എന്നാൽ കൃത്യമല്ലാത്തത് എന്ന് അർത്ഥം. ദൈവം ഈ ഭൂമിയിൽ ജീവിക്കുന്ന എല്ലാ മനുഷ്യർക്കും കൃത്യമായി അനുസരിച്ച് നടക്കുവാനുള്ള ആജ്ഞകളും കൽപ്പനകളും ഉടമ്പടികളും ന്യായപ്രമാണങ്ങളും മുന്നറിയിപ്പുകളും ചട്ടങ്ങളും വിധികളും, ഒറ്റ വാക്കിൽ പറഞ്ഞാൽ വേദപുസ്തകം വഴി ദൈവത്തിന് മനുഷ്യരോട് സകല കാര്യങ്ങളും വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. അവ അനുസരിച്ച് ജീവിക്കുവാൻ നാം നമ്മെ തന്നെ സമർപ്പിക്കുമ്പോൾ നമുക്ക് രക്ഷയും വീണ്ടെടുപ്പും നിത്യജീവനും ആത്മീയ നന്മകളും ഒപ്പം ഭൗതിക നന്മകളും ലഭിക്കുവാനിടയാകും. ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കാൻ കഴിയാതെ വണ്ണം അകന്നിരിക്കുന്നവനല്ല. നമ്മുടെ വേദനകൾ കാണാൻ കഴിയാതെ വണ്ണം അതിവിദൂരത്തല്ല. എന്നാൽ പലപ്പോഴും നമ്മുടെ അയോഗ്യതകളാണ് നമുക്ക് ലഭിക്കുവാനുള്ള എല്ലാ അനുഗ്രഹങ്ങളും ലഭിക്കുവാൻ തടസ്സമായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ദൈവസന്നിധിയിൽ ഒന്ന് വിധേയപ്പെട്ടുകൊണ്ട്, യഥാസ്ഥാനപ്പെട്ടുകൊണ്ട്, അകൃത്യങ്ങൾ അകറ്റി
അഥവാ പാപങ്ങൾ മാറ്റി പരമാർത്ഥ ഹൃദയത്തോടെ അടുത്തു ചെല്ലാം. കർത്താവ് സഹായിക്കും. ആമേൻ. അഭിഷേകത്തോടെ അധികാരത്തോടെ ഒരു തലമുറ എഴുന്നേൽക്കട്ടെ. അഭിഷേകത്തോടെ അധികാരത്തോടെ ഒരു തലമുറ എഴുന്നേൽക്കട്ടെ. രാജ്യങ്ങൾ കീഴടങ്ങും, ദേശങ്ങൾ പിടിച്ചെടുക്കും. രാജ്യങ്ങൾ കീഴടങ്ങും, ദേശങ്ങൾ പിടിച്ചെടുക്കും. അഭിഷേകത്തോടെ അധികാരത്തോടെ ഒരു തലമുറ എഴുന്നേൽക്കട്ടെ. അഭിഷേകത്തോടെ അധികാരത്തോടെ ഒരു തലമുറ എഴുന്നേൽക്കട്ടെ. അഭിഷേകം അഭിഷേകം നിറങ്ങി സുവിശേഷത്തിന്റെ ശക്തിയാൽ. അഭിഷേകം അഭിഷേകം നിറങ്ങി